ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല അല്ലേ. ട്രാൻസ്ഫോമർ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് നമുക്കറിയാം. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോമേഴ്സ് എന്ന് ചോദിച്ചു കാണാറുണ്ട്. നമ്മളെ ഈ ഒരു സിലബസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, എന്താണ്, ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ മെഷീൻ ആണ്. AC മെഷീനിൽ നിന്ന് വരുന്ന ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് മെഷീൻ ആണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. വിച്ച് ഹാസ് നോ റൊട്ടേറ്റിംഗ് പാർട്സ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്ഫോമേഴ്സിനെ സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് വിളിക്കുന്നത്. അതിന് റൊട്ടേറ്റിംഗ് പാർട്സ് ഇല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ട്രാൻസ്ഫോമേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും. അപ്പൊ അതിന്റെ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഡിവൈസ് എന്ന് വിളിക്കാനുള്ള കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിലെന്താണ്, ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഇല്ലാതെ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. അവിടെ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുന്നില്ല. പിന്നെ എന്തിനാണ് ചേഞ്ച് വരുന്നത്, വോൾട്ടേജിലോ അല്ലെങ്കിൽ കറണ്ടിലോ ആണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് വരുത്തില്ല. അപ്പോൾ വോൾട്ടേജിനും കറണ്ടിനും റെസ്പെക്റ്റീവ് ആയിട്ട് ചേഞ്ച് വരുത്തിയിട്ട് ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക് എനർജീനെ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ചോദിക്കുന്നതാണ്, എന്തിനാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു വോൾട്ടേജിൽ ചേഞ്ച് വരുത്തുന്നുണ്ട്. വോൾട്ടേജിൽ ചേഞ്ച് വരുത്തുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലുണ്ടാവുന്ന എന്തായിരിക്കും, അതിനെ പവർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ഈക്വൽ ടു V/I ആണ് അല്ലേ. അപ്പോൾ വോൾട്ടേജ് പവർ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ പവറിലും എന്ത് ചെയ്യുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ പവർ കോൺസ്റ്റന്റ് ആവുന്നതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, കറന്റ് ഡിക്രീസ് ചെയ്യും അല്ലെ. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കറന്റ് ഡിക്രീസ് ചെയ്യും. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കറന്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വോൾട്ടേജ് വിത്ത് കറസ്പോണ്ടിങ് ഡിക്രീസ് ആൻഡ് ഇൻക്രീസ് ഇൻ കറന്റ് അല്ലെ. അപ്പോൾ ഇൻക്രീസ് ചെയ്യാണ്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കറന്റ് ഡിക്രീസ് ചെയ്യും. വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതിന് കാരണം എന്ന് പറയുന്നത് പവർ കോൺസ്റ്റന്റ് ആണ്. പവർ കോൺസ്റ്റന്റ് ആവുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പവർ ഈസ് ഈക്വൽ ടു V/I ആണ്. അപ്പോൾ V ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കോൺസ്റ്റന്റ് ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ കറന്റ് ഡിക്രീസ് ചെയ്യണം. ഇനി വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറന്റ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുകയും വേണം. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിൽ ചേഞ്ച് വരുത്തിയിട്ട് ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ട്രാൻസ്ഫോമറിനകത്ത് വരുന്നത് അല്ലെ. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലക്സിന്റെ ചേഞ്ച് മൂലം അടുത്തൊരു കോയിലിൽ എന്ത് ചെയ്യാണ്, EMF ഫ്ലക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് മൂലം അടുത്തൊരു കോയിലിൽ എന്ത് ചെയ്യാണ്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് അല്ലെ. ഈ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFല് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ സിമ്പൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, ഈ ഒരു സിമ്പൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അതായത് ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻപുട്ടിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുകയും ആ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ആ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മളെ സെക്കൻഡ് കോയിൽ അതായത് സെക്കൻഡറി എന്ന് പറയുന്ന ഈ ഒരു രണ്ടാമത്തെ ഭാഗം, അതായത് നമ്മളെ ഔട്ട്പുട്ട് സൈഡ് എന്ത് ചെയ്യുകയും ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുകയും ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ അവിടെ ആ ഒരു കോയിലിൽ എന്ത് ചെയ്യുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വർക്ക്. അപ്പൊ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അല്ലെ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ്ലി നടക്കുന്ന രണ്ട് കോയിലുകൾ തമ്മിൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതീസ് ഇൻഡക്റ്റീവ് കോയിൽസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കോയിൽസ് ഇല്ലേ, നമ്മളിപ്പോ ഇവിടെ രണ്ടും നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. ഈ രണ്ട് കോയിൽസും ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. ബട്ട് മാഗ്നറ്റിക്കലി എന്തായിരിക്കും, ലിങ്ക്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആയിട്ടും മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആയിട്ടുമായിട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോ റിലക്റ്റൻസ് പാത്ത്, അതാണ് നമ്മളെ കോർ എന്ന് പറയുന്ന ഭാഗം. നമ്മളപ്പോൾ ഒരു കോറിലാണല്ലോ എന്ത് ചെയ്യുക, ഈ രണ്ട് വൈൻഡിങ്സ് ചുറ്റിയെടുക്കുക. അപ്പൊ ആ ഒരു കോർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക്കലി
ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടായിരിക്കും. അതാണ് ലോ റിലക്റ്റൻസ് ആയിട്ടുള്ള പാത്ത്. ലോ റിലക്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് ചെയ്യും, സുഖമായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും എഫിഷ്യൻസി കൂടിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏകദേശം 95 മുതൽ 99% വരെ എഫിഷ്യൻസി, 97 എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, 95 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി, ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ മെഷീൻ ആണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ മെഷീൻ എന്നോ ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള AC മെഷീൻ എന്നോ എങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും, ഡിവൈസ് എന്നൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ അല്ലെ. ട്രാൻസ്ഫോമർ ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും എഫിഷ്യൻസി കൂടിയ മെഷീൻ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് റൊട്ടേറ്റിംഗ് പാർട്ടില്ല എന്നുള്ളതാണ്. റൊട്ടേറ്റിംഗ് പാർട്ടില്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എഫിഷ്യൻസി കൂടുതലാവുന്നത്. ഇനി ട്രാൻസ്ഫോമറിന്റെ മറ്റു പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ട്രാൻസ്ഫോമർ ഇസ് എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് അല്ലെ. ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആണ്. അതായത് ട്രാൻസ്ഫോമറിന്റെ ഒരു സൈഡിൽ കൊടുക്കുന്ന ഫ്രീക്വൻസി എത്രയാണോ, അതായത് നമ്മളെ ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന ഫ്രീക്വൻസി എത്രയാണോ അതിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് സൈഡിലും ഉണ്ടാവുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് പറയാം, കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്. കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്, കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് എന്ന് പറയാം. അതുപോലെ നമുക്ക് കോൺസ്റ്റന്റ് പവർ ഡിവൈസ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കോൺസ്റ്റന്റ് പവർ ഡിവൈസ് എന്ന് പറയാം. അതുപോലെ ഇതിന് 2 വൈൻഡിങ്സ് ആണുള്ളത്. നമ്മൾ ആ ഒരു സിമ്പിൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ, 2 വൈൻഡിങ്സ്. അതായത് നമ്മൾ മാഗ്നറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള, ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള 2 വൈൻഡിങ്സ് ആണ് ഉണ്ടാവുക. ഒന്നാമത്തെ വൈൻഡിങ്ങിനെ, അതായത് നമ്മളെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് സൈഡ് ആണ് അല്ലെ. ഇൻപുട്ട് സൈഡിൽ കാണുന്ന ഒന്നാമത്തെ വൈൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി സൈഡിൽ കാണുന്ന രണ്ടാമത്തെ വൈൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ്, ഔട്ട്പുട്ടിൽ കാണുന്ന വൈൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്ന 2 വൈൻഡിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോമറിന് ഉണ്ടാവുക. പ്രൈമറി വൈൻഡിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നത് അല്ലെ. പ്രൈമറി വൈൻഡിങ്ങിലാണ്, ഇപ്പൊ ചിത്രത്തിൽ പ്രകാരം പ്രൈമറി വൈൻഡിങ്ങിലാണ് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നത്. സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ പറയുന്നത്. അപ്പൊ ഇനി ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രൈമറി വൈൻഡിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് വൈൻഡിങ് ആണ് അല്ലെ, പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. പ്രൈമറി വൈൻഡിങ് കണക്റ്റഡ് ടു ഇലക്ട്രിക് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്ങിനെയാണ് നമ്മൾ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഇൻപുട്ട് അല്ലെ, അതിന്റെ ഇൻപുട്ട് വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. പ്രൈമറി വൈൻഡിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിനെ അല്ലെ, ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, അവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് സപ്ലൈ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആയിരിക്കണം. അതായത് AC കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു ട്രാൻസ്ഫോമറിന് വർക്ക് ചെയ്യാനുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, ഓൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി വൈൻഡിങ്, അവിടെ ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്ന വൈൻഡിങ് ആണ് പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് മാഗ്നറ്റിക് കോർ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് കോർ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ എല്ലാ AC മെഷീൻസിലും പഠിക്കുന്നതാണ്. നമ്മുടെ മാഗ്നറ്റിക് കോർ നിർമ്മിക്കുന്നത് ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീലുകൾ ഉണ്ടായിരിക്കും. ഹൈഗ്രേഡ് സിലിക്കൺ സ്റ്റീല് ലാമിനേഷൻസ് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടായിരിക്കും നിർമ്മിക്കുന്നത്. എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലാമിനേഷൻസും ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈഗ്രേഡ് സിലിക്കൺ സ്റ്റീലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള നമ്മൾ എല്ലാ മെഷീൻസും പഠിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. അവിടെ നമ്മൾ ആ ലാമിനേഷന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.3 മുതൽ 0.5 mm വരെ തിക്നെസ് ആയിരിക്കും ആ ഒരു ലാമിനേഷൻസിന് ഉണ്ടായിരിക്കുക. ലാമിനേഷന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.3 mm മുതൽ 0.5 mm വരെ തിക്നെസ് ആയിരിക്കും ആ ഒരു സിലിക്കൺ സ്റ്റീലിന്റെ ലാമിനേഷൻസിന് ഉണ്ടായിരിക്കുക. ഇനി എഡി കറന്റ് മിനിമൈസ് ചെയ്യാൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ എഡി കറന്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കോറിൽ ലാമിനേഷൻസ് കൊടുക്കുന്നത്. ഇതിന് നല്ല മെറ്റീരിയൽസ്, ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ പോലത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഈ ലാമിനേഷൻസ് എന്ന് പറയുന്നത് ഓരോന്നും ഇൻസുലേറ്റഡ് ആയിരിക്കും, വാർണിഷ്, ലൈറ്റ് കോട്ട് ഓഫ് വാർണിഷ് ഇൻസുലേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമറിന്റെ മാഗ്നറ്റിക് കോർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ മാഗ്നറ്റിക് കോറ് ഉപയോഗിക്കുന്ന ലാമിനേഷൻസ് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ വൈൻഡിങ് എന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ് ആണ് അല്ലെ. സെക്കൻഡറി വൈൻഡിങ്ങിനെ ഔട്ട്പുട്ട് വൈൻഡിങ് എന്ന് വിളിക്കാം. അതായത് ഔട്ട്പുട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി വൈൻഡിങ് വഴി ഇലക്ട്രിക് സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് കൊടുക്കുന്ന വൈൻഡിങ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെക്കൻഡറി വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. ഫ്ലക്സ് പ്രൊഡ്യൂസർ ദ പ്രൈമറി വൈൻഡിങ് passes the magnetic core and link with the secondary winding. അപ്പൊ സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്താ സംഭവിക്കുന്നത്,
പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ സെക്കൻഡറി വൈൻഡിങ് കട്ട് ചെയ്യുകയും ആ സെക്കൻഡറി വൈൻഡിങ്ങിലൊക്കെ ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഒരു ഇ എം എഫ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അല്ലെ. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം അവിടെ ഒരു ഇ എം എഫ് ഉണ്ടാവും അല്ലെ. ആ ഇ എം എഫ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. ആ ഇ എം എഫ് ആണ് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. ഈ ഇ എം എഫിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം അവിടെ ഇ എം എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി ടി ആണ് അല്ലെ. ഡി ഫൈവ് ബൈ ഡി ടി. അപ്പൊ ഡി ഫൈവ് ബൈ ഡി ടിയിൽ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ് അല്ലെ. ഫ്ലക്സ്, ഈ ഫ്ലക്സ് നമുക്ക് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് കറന്റിനനുസരിച്ചിട്ട് നമ്മൾ പ്രൈമറി കൊടുക്കുന്ന എന്താ, അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് ഫ്ലക്സ് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മളെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും, പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്രത്തോളം ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ ടേണിന്റെ എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൂടും. ടേണിന്റെ എണ്ണം കുറയും തോറും എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കുറയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്ഫോമറിന്റെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, കോർ എന്ന് പറയുന്നത്. ഇനി ഒരു ട്രാൻസ്ഫോമറിന് ഇനിയും പാർട്സ് ഉണ്ട്, നമ്മൾ പുറമെ കാണുന്ന ട്രാൻസ്ഫോമറുകൾക്കൊക്കെ ഇനിയും പാർട്സ് നമുക്ക് പറയാനുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട 3 കൺസ്ട്രക്ഷൻ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതിന്റെ ഒരു പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ആ ഒരു എ സി സപ്ലൈ നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന സമയത്ത്, എ സി സപ്ലൈ നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവും അല്ലെ. ഒരു ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവും. ഈ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് മാഗ്നറ്റിക് കോർ, ഇതാണ് മാഗ്നറ്റിക് കോർ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് കോർ വഴി സെക്കൻഡറി സൈഡിലേക്ക് എത്തുകയും സെക്കൻഡറി വൈൻഡിങ് ആ മാഗ്നറ്റിക് കോറിനെ കട്ട് ചെയ്യുകയും മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുകയും അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പേരിൽ പഠിക്കുന്നത് അല്ലെ. അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് സെപ്പറേറ്റ്ലി ആയിട്ടുള്ള രണ്ട് വൈൻഡിങ് തമ്മിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന, അതായത് ഒരു വൈൻഡിങ്ങിൽ നിന്ന് മറ്റൊരു വൈൻഡിങ്ങിലേക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എത്തിയിട്ട് അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദിസ് ചേഞ്ചിങ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി ത്രൂ ദ കോർ വഴി സെക്കൻഡറിയിലേക്ക് എത്തുകയും ദ വേരിയിങ് ഫ്ലക്സ് വിൽ ഇൻഡ്യൂസ് ദ വോൾട്ടേജ് ഇൻ ടു സെക്കൻഡറി വൈൻഡിങ് അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞുള്ളത്. അപ്പൊ ഇൻഡ്യൂസ് ഇ എം എഫ്, ഓരോ വൈൻഡിങ്ങിനും ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഒരു ട്രാൻസ്ഫോമറിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം ഫ്ലക്സ് ഓഫ് ദ കോർ, അതേപോലെ തന്നെ സപ്ലൈ ഫ്രീക്വൻസി, നമ്പർ ഓഫ് ടേൺസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് എൻ ഫൈ എം, അതായത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാക്സിമം ഫ്ലക്സ് ഇൻറ്റു ഫ്രീക്വൻസി ഇൻറ്റു അതുപോലെ തന്നെ അതെല്ലാം എന്തായിരിക്കും, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. ആസ് ഇൻ ദ ഈച്ച് സൈക്കിൾ, ഇനി ഓരോ സൈക്കിൾ വരുമ്പോഴും മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് 4 ടൈംസ് ബിറ്റ്വീൻ 0 ആൻഡ് മാക്സിമം വാല്യൂ അല്ലെ. 0 ആൻഡ് മാക്സിമം വാല്യൂവിന് എന്ത് ചെയ്യും, ഓരോ സൈക്കിളും 4 സമയത്ത് മാറ്റം വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആവറേജ് ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു 4.44 ഫൈ എം എഫ് എൻ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കാരണം ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എത്രയായിരിക്കും, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു 4.44 ഫൈ എം എഫ് എൻ എന്ന് പറയുന്നത്, എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ് കേട്ടോ, എൻ എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ഫൈ എം എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എഫ് എൻ എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ട്രാൻസ്ഫോമറിന്റെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ. അതായത് ഇ എം എഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു 4.44 ഫൈ എം എഫ് എൻ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇ എം എഫ് ഇക്വേഷനിൽ നിന്നും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു 4.44 ഫൈ എം എഫ് എൻ എന്നുള്ള ഇക്വേഷൻ നമുക്ക് അതിന് കിട്ടി. ഇനി ഇ എം എഫ് ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ, ഒരു ട്രാൻസ്ഫോമറിന് ഇക്വേഷൻ നമ്മൾ കണ്ടു അല്ലെ, ഇ സി ഈക്വൽ ടു എന്ത് ചെയ്തു 4.44 ഫൈ എം എഫ് എൻ പി എന്ന് കിട്ടി, എൻ എന്ന് കിട്ടി. അപ്പോൾ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന ഇ എം എഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി വൈൻഡിങ്ങിൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് ഇ പി സിക്കൽ ടു 4.44 ഫൈ എം എഫ് എൻ പി എന്നാണ് വരുന്നതായിരിക്കുക. അതിൽ ടേൺസിന്റെ എണ്ണം അങ്ങോട്ട് മാറ്റം വരുമല്ലോ, ടേൺസിന്റെ എണ്ണം മാറുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് മാറുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇ എസ് ഈക്വൽ ടു 4.44 ഫൈ എം എഫ് എൻ എസ് എന്നും വരുന്നു. ഇനി നമ്മൾ അതിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇ എസ് ബൈ എൻ എസ് ഇല്ല, ഇ എസ് ബൈ ഇ പി എന്ന് എടുക്കുകയാണ്.
അതായത് പ്രൈമറിയിലുള്ള വോൾട്ടേജും സെക്കൻഡറിയിലുള്ള വോൾട്ടേജും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് NS/NP എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ ES/EP ഈസ് ഈക്വൽ ടു, അതായത് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് പ്രൈമറിയിലുള്ള വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സെക്കൻഡറി വോൾട്ടേജ് ഡിവൈഡ് ബൈ പ്രൈമറി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സെക്കൻഡറി ടേൺസ് ഡിവൈഡ് ബൈ പ്രൈമറി ടേൺസ് എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ES/EP ഈസ് ഈക്വൽ ടു NS/NP എന്ന് പറയുന്നത്. ആ ഒരു റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. ES/EP ഈക്വൽ ടു NS/NP എന്ന് പറയുന്ന ആ ഒരു റേഷ്യോനെ വിളിക്കുന്ന പേര്, ആ ഒരു റിലേഷൻ ഉണ്ടാവുന്ന റേഷ്യോനെ വിളിക്കുന്ന പേരിനെയാണ് എന്ത് വിളിക്കുന്നത്? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ദ റേഷ്യോസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് ടു ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി വൈൻഡിങ്. സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള ടേൺസിന്റെയും പ്രൈമറി വൈൻഡിങ്ങിലുള്ള ടേൺസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള EMF-ഉം പ്രൈമറി വൈൻഡിങ്ങിലുള്ള EMF-ഉം തമ്മിലുള്ള, സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള വോൾട്ടേജും പ്രൈമറി വൈൻഡിങ്ങിലുള്ള EMF തമ്മിലുള്ള ആ ഒരു റേഷ്യോനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് വിളിക്കാം. ഇനി അതല്ലാതെ മൂന്നാമതൊന്നും കൂടി ഉണ്ട്. അവിടെ നമ്മൾ കറണ്ടിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് മാറ്റം വരും അല്ലേ, നേരെ ഇൻക്രീസോ ഡിക്രീസിൽ മാറ്റം വരും. അപ്പോൾ IP/IS, അതായത് പ്രൈമറിയിൽ ഉണ്ടാവുന്ന കറണ്ടും സെക്കൻഡറിയിൽ ഉണ്ടാവുന്ന കറണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, അതായത് K എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്താണെന്ന് നോക്കിയേ അല്ലേ. ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു IP/IS എങ്ങനെയാണെന്ന് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. IP/IS ആയിരിക്കും. അപ്പോൾ അതിന് വരാനുള്ള കാരണം പവർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പവർ ഈക്വൽ ടു ആവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ പവർ കോൺസ്റ്റന്റ് പവർ ആവുന്നതുകൊണ്ട് തന്നെ സെക്കൻഡറിയുള്ള പവറും പ്രൈമറിയുള്ള പവറും എന്തായിരിക്കും? ഈക്വൽ ടു ആയിരിക്കും. അങ്ങനെ സെക്കൻഡറിയും പ്രൈമറിയും ഈക്വൽ പവർ വരുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്താ കിട്ടാം? ES/EP ഈസ് ഈക്വൽ ടു IP/IS എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടാം. അത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിൽ യൂസ് ചെയ്യുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K ഈസ് ഈക്വൽ ടു ES/EP ഈസ് ഈക്വൽ ടു NS/NP ഈസ് ഈക്വൽ ടു IP/IS എന്നായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇവിടെ മാറിപ്പോകരുത്. IP/IS ആണ്. ES/EP ഈസ് ഈക്വൽ ടു NS/NP ഈസ് ഈക്വൽ ടു IP/IS ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ട്രാൻസ്ഫോമേഴ്സിന് ഉണ്ട്. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു മാനുഫാക്ചറിങ് ആൻഡ് ഡിസൈൻ, മാനുഫാക്ചറും ഒരു ട്രാൻസ്ഫോമറിന്റെ ഡിസൈനും അനുസരിച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോമറുകളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്നുള്ളതാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ അക്കോർഡിംഗ് ടു മാനുഫാക്ചറിങ് ആൻഡ് ഡിസൈൻ അല്ലേ. ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് മൂന്നായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അതിലെന്താണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? ദ വൈൻഡിങ്സ് ആർ വൗണ്ട് ഓൺ ബോത്ത് ലിംബ്സ് ഓഫ് ദ കോർ. ഒരു കോറിന്റെ രണ്ട് ലിംബിലായിട്ട് വൈൻഡിങ്സ് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്ന പോലെ സാധാരണ ഒരു കോർ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ ഈ കോറിന്റെ ഈ ഒരു ലിംബിന് വൈൻഡിങ്, അതുപോലെ തന്നെ അത് മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആയിട്ട് ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആയിട്ട് അടുത്തൊരു ലിംബിന് വൈൻഡിങ്. അപ്പൊ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത് അല്ലെ. രണ്ട് ലിംബിനുമായിട്ട് എടുക്കുന്നതിനാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. രണ്ട് ലിംബിലും LV പ്രൈമറി വൈൻഡിങ് ഉണ്ടായിരിക്കും, HV അതായത് സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നേരെ നമ്മൾ LV എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് പ്രൈമറി വൈൻഡിങ് എന്നാണ്, അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് പ്രൈമറി വൈൻഡിങ്. അങ്ങനെ നമ്മൾ ചുറ്റും എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു വൈൻഡിങ്ങും അടുത്ത ഭാഗത്ത് അടുത്ത വൈൻഡിങ്ങും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എടുക്കാം. ഈ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ അല്ലേ. അപ്പൊ ഇതിനാകെ ഒരൊറ്റ മാഗ്നറ്റിക് പാത്ത് ഉണ്ടാവുള്ളൂ. ഈ ചിത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ലാമിനേറ്റഡ് കോറിൽ ഒരൊറ്റ മാഗ്നറ്റിക് പാത്ത് മാത്രമാണ് ഉണ്ടായിരിക്കുക. ഹയസ്റ്റ് വോൾട്ടേജ് വൈൻഡിങ് ഈസ് പ്ലേസ്ഡ് അറൗണ്ട് ദ ലോ വോൾട്ടേജ് വൈൻഡിങ്. ഹയസ്റ്റ് വോൾട്ടേജ് വൈൻഡിങ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് വൈൻഡിങ്ങിന്റെ മേലെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യുന്നത്. ദ വൈൻഡിങ്സ് ആർ അറേഞ്ച്ഡ് ആസ് എ കോൺസെൻട്രിക് കോയിൽസ്. കോൺസെൻട്രിക് കോയിൽസിലാണ് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദോർ സച്ച് വൈൻഡിങ്സ് ആർ കാൾഡ് കോൺസെൻട്രിക് ഓർ സിലിണ്ട്രിക്കൽ വൈൻഡിങ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. കോൺസെൻട്രിക് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ വൈൻഡിങ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി കോർ ടൈപ്പ് വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ ദ ഏരിയ ഓഫ് ബോത്ത് ദ ലിംസ് ആർ ദ കോർ ആർ സെയിം അല്ലെങ്കിൽ ഈക്വൽ എന്നാണ് പറയുന്നത്. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു എന്താണ്? രണ്ട് സൈഡിലുള്ള കോറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. ഇനി ആ കോർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ L ഷേപ്പ്ഡോ അല്ലെങ്കിൽ U ഷേപ്പ്ഡോ അല്ലെങ്കിൽ I ഷേപ്പ്ഡ് ഉള്ള കോറുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. കോർ നിർമ്മിക്കുന്നത് L ഷേപ്പ്ഡ്, U ഷേപ്പ്ഡ്, I ഷേപ്പ്ഡ് ആയിട്ടുള്ള കോറുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? U ആൻഡ് I കേട്ടോ. യു ഷേപ്പ്ഡ് എന്ന് പറയുമ്പോൾ യുവും ഐയും കൂടി ചേർന്നിട്ടാണ് U ആൻഡ് I ഷേപ്പിലുള്ള കോറുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്.
ഇനി ഇത് കൂടുതൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ളത് ഹൈ വോൾട്ടേജ് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഹാസ് ലോ കപ്പാസിറ്റി. കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സിന് കപ്പാസിറ്റി കുറവായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് യൂഷ്വലി സ്മാൾ സൈസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻസ് ആൻഡ് റിപ്പയർ ഈസി എന്നാണ് പറയുന്നത്. മെയിൻറ്റെനൻസും റിപ്പയറും എന്തായിരിക്കും കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ ഈസി ആയിരിക്കും. ഇനി അടുത്തത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. രണ്ടാമത്തെ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി വൗണ്ട് ഓൺ ദ സെൻട്രൽ ലിംബ്സ്. പ്രൈമറിയും സെക്കൻഡറി വൈൻഡിങ്സും എന്തായിരിക്കും സെൻട്രൽ ലിംബിൽ കാണുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്ങുകളൊക്കെ ഒരു സെൻട്രൽ ലിംബിലായിട്ട് കൊടുക്കുന്ന ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. അതും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലാമിനേറ്റഡ് കോറാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിലൊരു സെൻട്രൽ ലിംബ് ഉണ്ടാവും. ആ സെൻട്രൽ ലിംബിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈൻഡിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ഓർ ഓൺ എ സിംഗിൾ കോർ അല്ലേ, ഇൻ ദ സാൻഡ്വിച്ച് ഫോം. ഒരു സാൻഡ്വിച്ച് ഫോമിൽ ഒരു സിംഗിൾ കോറിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്സ് ഓൺ ചെയ്യുന്നത്. ദീസ് വൈൻഡിങ്സ് ആർ നോൺ ആസ് സാൻഡ്വിച്ച് ഓർ ഡിസ്ക് വൈൻഡിങ്. നേരത്തെ നമ്മൾ പറഞ്ഞ കോൺസെൻട്രേറ്റീവ് വൈൻഡിങ് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ ഷെൽ ടൈപ്പിലുള്ളത് സാൻഡ്വിച്ച് അല്ലെങ്കിൽ ഡിസ്ക് വൈൻഡിങ് എന്നൊക്കെ വിളിക്കുന്നത് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ആണ് അല്ലേ. അതിന് രണ്ട് മാഗ്നറ്റിക് പാത്ത് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു മാഗ്നറ്റിക് പാത്ത് ആണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നത് എന്താണ്, ഒരു മാഗ്നറ്റിക് പാത്ത് ആണ് അല്ലേ. അപ്പൊ രണ്ട് മാഗ്നറ്റിക് പാത്ത് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് മാഗ്നറ്റിക് പാത്ത് ഉള്ളതായിരിക്കും എന്ത് ചെയ്യുന്നത്, ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞ കോറിൽ എന്താണ്, ഒരൊറ്റ മാഗ്നറ്റിക് പാത്ത് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ദ ഏരിയ ഓഫ് സെൻട്രൽ ലിംബ് ഈസ് ഡബിൾ വിത്ത് റെസ്പെക്ട് ടു സൈഡ് ലിംബ് ഓഫ് ദ കോർ. കോറിന്റെ സൈഡ് ലിംബിന്റെ ഏരിയനേക്കാൾ ഡബിൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറുകളുടെ ഏത് സെൻട്രൽ ലിംബിലുള്ള ഏരിയ എന്ന് പറയുന്നത്, സെൻട്രൽ ലിംബിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ലോസ് എന്ന് പറയുന്നത്, കമ്പാരിറ്റീവ്ലി ലോസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമേഴ്സ് ആണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ്റനൻസും റിപ്പയറും ടഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമേഴ്സ് ആണ്. കോറിനാണ് എന്ത് ചെയ്യുന്നത്, ഒന്നും കൂടി ഈസി ആയിട്ടുള്ള മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വരുന്നതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്യൂട്ടബിൾ ഫോർ ലോ വോൾട്ടേജ് പവർ ട്രാൻസ്മിഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ വോൾട്ടേജ് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ്. ലോ വോൾട്ടേജ് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ട്രാൻസ്ഫോമർ ആണ് ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ. അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം, ഡിസ്ട്രിബ്യൂട്ടഡ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നും വിളിക്കാം. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ, ഡിസ്ട്രിബ്യൂട്ടഡ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അവിടെ കോർ എന്ന് പറയുന്നത് ഒരു സ്പോക്കൺ വീൽസ് അല്ലെങ്കിൽ പൽചക്രങ്ങൾ പോലെ ആയിരിക്കും എന്ത് ചെയ്യുക, അതിലുള്ള കോറുകൾ ഉണ്ടായിരിക്കുക. ഈ കോറുകൾ ഓരോ കോറുകൾ എന്ന് പറയുന്നതും ഒരു സ്പോക്സ് വീൽസ് പോലെയാണ് ഉണ്ടാവുക. ആ സ്പോക്സ് വീൽസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ വൈൻഡിങ്സ് പ്ലേസ് ചെയ്യുന്നത്. ഇറ്റ്സ് കോർ ലുക്സ് ലൈക്ക് സ്പോക്സ് ഓഫ് വീൽ എന്നാണ് പറയുക അല്ലേ. സ്പോക്സ് ഓഫ് വീൽ പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബെറി ടൈപ്പ് ട്രാൻസ്ഫോമറുകളുടെ കോറുകൾ ഉണ്ടാവുക. ഇനി ടൈറ്റ്ലി ഫിറ്റഡ് മെറ്റൽ ഷീറ്റ് ടാങ്ക്സ് ആർ യൂസ്ഡ് ഫോർ ഹൗസിംഗ്. ഒരു ടൈറ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള മെറ്റൽ ഷീറ്റ് ടാങ്കുകളാണ് എന്ത് ചെയ്യുന്നത്, ഹൗസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ കപ്പാസിറ്റി ട്രാൻസ്ഫോമർ ഓഫ് ലാർജ് സൈസ് ആർ യൂഷ്വലി ബെറി ടൈപ്പ്. ഹൈ കപ്പാസിറ്റി ട്രാൻസ്ഫോമർ ആണ്, അതന്നെ യൂഷ്വലി ലാർജ് സൈസിലേക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെറി ടൈപ്പ് പറയുന്നത് അല്ലേ, ബെറി ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡിഫിക്കൽറ്റി ടു മെയിൻറ്റെയിൻ ആൻഡ് വൈൻഡിങ് ഇസ് ഡിഫിക്കൽറ്റി. മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഡിഫിക്കൽറ്റി ആണ്, അതുപോലെ തന്നെ വൈൻഡിങ് ചെയ്യുന്നതിനും ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ് ബെറി ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ അക്കോർഡിംഗ് ടു വോൾട്ടേജ്. വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതും അല്ലെ, രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് വരാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പ്രൈമറിയേക്കാൾ വോൾട്ടേജ്, അതായത് ഇൻപുട്ടിനേക്കാൾ വോൾട്ടേജ് കൂടുതലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നു. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിനേക്കാൾ ഇൻപുട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിനേക്കാൾ കുറവ് വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡറിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഔട്ട്പുട്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഇൻപുട്ടിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡറിയിൽ വരുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഇൻപുട്ടിനേക്കാൾ കുറവ് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡറിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അടുത്ത അതിന്റെ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ലൈറ്റിംഗ് ആൻഡ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ഇത് പേരോർത്ത് വെക്കുക, ഓരോന്നും എന്ത് ബേസിലാണ് വരുന്നതെന്നില്ല അല്ലേ. ലൈറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പേരിലുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ഉണ്ട്, CTPT പോലത്തെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും ട്രാൻസ്ഫോമേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്
പ്രധാനമായിട്ടും ആ ഒരു ട്രാൻസ്ഫോമറിന്റെ അപ്ലിക്കേഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലൈറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. പിന്നെ ഉള്ളത് എന്താണ്? പവർ ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. അതിന് അവസാനം ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. ഇനി എന്താണ്? എത്ര ഫേസ് ആണ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറിയിൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഫേസിനനുസരിച്ച് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്നും 3 ഫേസ് ട്രാൻസ്ഫോമർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. സിംഗിൾ ഫേസ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് ഫേസസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 2 ട്രാൻസ്ഫോമർ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനി അടുത്തത് കൂളിംഗ് അനുസരിച്ച്. കൂളിംഗ് അനുസരിച്ച് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതാണ് കൂളിംഗ് മെത്തേഡ് അനുസരിച്ച് വരുന്നത് എന്നുള്ളത്. അപ്പോൾ സെൽഫ് കൂൾഡ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, എയർ ഫോഴ്സ്ഡ് കൂൾഡ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, ഓയിൽ സെൽഫ് കൂൾഡ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, ഫോഴ്സിലി ഓയിൽ കൂൾഡ് വിത്ത് എയർ ഓർ വാട്ടർ ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട കൂളിംഗ് മെത്തേഡുകളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സിൽ അക്കോർഡിംഗ് ടു കൂളിംഗ് അനുസരിച്ചുള്ള ട്രാൻസ്ഫോമറിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിന്റെ സെൽഫ് കൂൾഡ്, അതുപോലെ തന്നെ എയർ ഫോഴ്സ്ഡ് കൂൾഡ്, ഓയിൽ സെൽഫ് കൂൾഡ്, ഫോഴ്സിലി ഓയിൽ കൂൾഡ് വിത്ത് എയർ ഓർ വാട്ടർ ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെയും ഗുഡ് ബൈ. താങ്ക് യു.